24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. ഒരു ഐഡിയ, സൂപ്പർ ഐഡിയ ഉണ്ട്. പക്ഷെ ഈ ഐഡിയ ചെയ്തതിന് വേണ്ടി ധൈര്യശാലിയായ ഒരാളെ എനിക്ക് വേണം. ഉണ്ടാ എന്റെ കൂടെ കട്ടക്കിരിക്കോ? ഒരു കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. ഞാൻ പറയും പോലെ കേട്ടോണം. ഡേയ് അവൻ പറയും പോലെ ഞാൻ കേൾക്കണം. അവൻ പറയണോടെ ചെയ്യടേ. അല്ല സോറി സാർ, ഞാൻ അതുകൊണ്ട് പറഞ്ഞില്ല. ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. അല്ല എന്റെ അമ്മായിയമ്മയുടെ വീടല്ല. ഞാൻ ആരാടാ? അമ്മായിയച്ഛൻ. അമ്മായിയച്ഛൻ അവൻ പറയണ പോലെ കേക്ക് സാറേ. അമ്മായിയച്ഛനെങ്കിൽ അമ്മായിയച്ഛൻ കേക്കാച്ചാനെ തന്നെ സാറ് പിടിക്കണം. കണ്ടേ ഇത് കണ്ട, ഇതിനകത്ത് നമ്മൾ കടന്നൽ കൂട് കയറ്റുന്നു. ഓക്കെ ആണല്ലോ? ഇതിനകത്ത് ഇങ്ങനെ കയറ്റുന്നു, കറക്കുന്നു, കടന്നൽ കൂടെ എടുത്ത് ദൂരെ കളയുന്നു. കറക്കുന്നു, കടന്നൽ കൂടെ എടുത്ത് ദൂരെ കളയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ കൊണ്ടുവരികയാണ്, ഇങ്ങനെ കൊണ്ടുവരികയാണ്. കാണിക്കണം. ഇങ്ങനെ എന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ കടന്നൽ എന്നെ കടിക്കൂലേ? നേരെ ചൊവ്വ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ എങ്ങനെ എസ് ഐ ആയത്? ഇങ്ങനെ പരീക്ഷ എഴുതിയാതെ പിൻവാതിൽ വഴി കയറിയത്. ഈ സമയത്താണ് പിൻവാതിലൂടെ കയറുമെന്ന് തോന്നില്ല. നേരെ ചൊവ്വ പിടിക്കണം. നേരെ പിടിച്ച് നമ്മൾ കറക്റ്റായിട്ട് അതിനകത്തോട്ട് കയറ്റിയാൽ ഇല്ലെങ്കിൽ എനിക്കും കടി കിട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പിടി. ഇങ്ങനെ കൊണ്ടുവരണം, ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ എന്തൊരു പഠിത്തോടാ നീ പഠിക്കണം? ഇങ്ങനെ പറയണോടാ ഞാൻ പറഞ്ഞു. സംഭവം സാർ കഷ്ടപ്പെട്ട് കടന്നൽ കൂടെ എടുത്ത് കളയാന്ന് പറഞ്ഞു നോക്കിയപ്പോ എന്റെ മണ്ടേ ഒന്ന് സംസാരിക്കലടാ. പോടാ, നിനക്ക് വോയിസിലടാ. പോടാ, സംസാരിക്കടാ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യൂല കേട്ടാ. കടന്നൽ കടിച്ച് എല്ലാം കൂടെ പോട്ടെ. എനിക്ക് വയ്യ. ഞാൻ ഇങ്ങനെ വല്ല കാര്യമുണ്ടോ? തന്നെയാണോ സാർ? പിന്നെ നൊന്തെന്ന് പറഞ്ഞു ഞാൻ ഇത് എടുത്ത് കളയണ്ടേ സാർ? ഇത് ക്ഷമിക്ക്, നിന്റെ പേരുള്ള കേസ് എല്ലാം ഒഴിവാക്കി തരുമല്ലേ? ഒന്നുകൂടെ ചെയ്ത് നോക്ക്. നീ പഠിപ്പിക്കോ? ഇത് ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ കടന്നൽ കൂടെ ലക്ഷ്യമാക്കിട്ട് ഞാനല്ലേ കടന്നൽ കൂടെ എടുക്കാൻ വന്നത്. അപ്പൊ ഞാനല്ലേ നിങ്ങൾ അതിന്റെ ഇടയിൽ കയറി ആശാനല്ലേ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞ ഉടനെ ആക്കോ? നേരെ ചൊവ്വ ആക്കാത്തോണ്ടല്ലേ കടന്നൽ കൂട് നമ്മളെ ആക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും കൂടെ വെച്ചോണ്ടിരുന്നാ മതിയോ? ആ കടന്നൽ കൂടല്ലേ എടുക്കേണ്ടത്. ഈ മുളയം വേണ്ട, സഞ്ചിയും വേണ്ട, വല്ല റേഷൻ കടയെ കൊണ്ടേ കൊടുക്കും. എന്റെ പൊന്ന് സാറേ, എടാ വേറെന്തെങ്കിലും ഒരു ഐഡിയ പറയണം. ഉണ്ട്, ഒരു കിടുക്ക് ഐഡിയ ഉണ്ട്. കത്തിക്കാം. അയ്യോ കത്തിക്കല്ലേ. പോലീസ് സ്റ്റേഷൻ കത്തിക്കാനല്ല, കടന്നൽ കൂട് കത്തിക്കാം. കത്തിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പം സംഭവിക്കും. നല്ല ഐഡിയ സാറേ. ടെൻഷൻ ആകണ്ട, കൂളായിട്ട് നിൽക്കി. എന്തായാലും നമുക്ക് അവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാം. പേപ്പർ വേണോ വരുന്നു? പേപ്പർ വേണം. അവിടെ ഇവിടെ എങ്ങനെ കാണുവാടെ എടുക്കടാ. അതെ, എടുത്തിടാ. ഒന്ന് ചെയ്യടാ, ഒന്ന് വേഗം. അവൻ നല്ല ചെറുക്കനാണ്, നല്ല ചെറുക്കനാ. അവന്റെ പേരിൽ കേസ് നോക്കല്ലേ. മരുന്ന കൂടെ കത്തിച്ച് അവനെ ജീപ്പിൽ കൊണ്ട് കത്തിച്ച് ഞാൻ കൊണ്ടുപോ. അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചിരിക്കുന്നു. കടന്ന കൂടെ കത്തിച്ച് എന്റെ ശത്രുക്കളെല്ലാം കത്തിച്ചടാ. പതുക്കെ അനങ്ങാതെങ്കി ഗർഭിണികൾ വരുന്ന പോലെ പതുക്കെ വാ. എന്റെ പൊന്നു സാറേ, ഞാൻ പറഞ്ഞില്ലേ നല്ല ചെറുക്കനാന്ന്. കാരണം അവന് തേനെടുത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. കടന്നൽ കൂട് നശിപ്പിച്ച് നിങ്ങളെ കഴിച്ച കടന്നലും കൂടും. എന്റെ സാറിന്റെ ചന്തിയിൽ മുത്തവിട്ട കടന്നൽ കൂടെ ഇവര് നമുക്ക് ചവിട്ടി പൊട്ടിച്ചാലോ? ഹലോ, യെസ് സാർ, യെസ് ഐ ആണ്. ആ പിടികിട്ടാപ്പുള്ളിയുടെ ലിസ്റ്റൊക്കെ ഞാൻ രാവിലെ തന്നെ കോൺസ്റ്റബിളിലേക്ക് കൊടുത്ത് 10 മിനിറ്റ് കൊണ്ടുവരും സാറേ. ഓക്കെ, ശരി. കമ്മീഷണർ വിളിച്ചത് എന്നാ പറഞ്ഞു സാറേ? മറ്റേ പിടികിട്ടാപ്പുള്ളിയുടെ ലിസ്റ്റ് ഇല്ലേ, അതെല്ലാം കൂടെ കൊണ്ട് നേരെ കമ്മീഷൻ ഓഫീസിൽ ചെല്ലാം. ഗ്ലോബ് ഒടിഞ്ഞു സാറേ. ഇതിനകത്ത് കാണാനില്ല. കാണാനില്ലേ? ഇല്ല. നേരെ നോക്കണം, അവിടെ കാണും. അയ്യോ സത്യമായിട്ട് ഞാൻ ഇവിടെ വെച്ചത് കാണാനില്ല. അതിനകത്തിരുന്ന പേപ്പറാണ്. അതാണ് ഞാൻ കത്തിച്ചത്. നീ എന്തിനകത്ത് കത്തിച്ചത്? കടന്നൽ കുടിച്ചോ? നിങ്ങൾ ചോദിച്ചില്ല കത്തിച്ച്. പിടികിട്ടാപ്പുള്ളികളുടെ ലിസ്റ്റ് കമ്മീഷണർ കൊടുക്കാൻ പറ്റുന്നത് ഈ വയസ്സ് കത്തിച്ച് എന്റെ ജോലി പോയേ ദൈവമേ. ഒരു ഫയല് പോയാ എന്ത്? കടന്നൽ കൂടെ ദൂരം അറിഞ്ഞില്ലേ? സമാനപ്പെട്ടവിടെ ഇരി. കടന്നക്കൂടും പോയി, എന്റെ ജോലി പോയി, എന്റെ അമ്മോ. അയ്യോ.